ഹായ്, എല്ലാവരെയും സീനാബൈ പാർവണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സോയ ചന്ന ഡാൽ വടയാണ്. സോയാബീനും ചന്ന ഡാലും കൊണ്ട് ഒരു വടയാണ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് 3/4 ഗ്ലാസോളം ചന്ന ഡാലാണ്. സാമ്പാറിന് ഉപയോഗിക്കുന്ന തുമരപ്പരിപ്പല്ല ഇത് നമ്മൾ പരിപ്പുവടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചന്ന ഡാലാണ്. ചന്ന ഡാൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റത്തേക്ക് കുതിരാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ടേക്കാണ്. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സോയ ചന ഡാൽ കൊണ്ടുണ്ടാകുന്ന വടയെന്ന് പറയുന്നത് വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നല്ല ഗുണമുള്ള നല്ല പ്രോട്ടീൻ കണ്ടൻ്റായ ഒരു ഫുഡാണ് സോയാബീൻ കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് ആ വടയൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ആദ്യം സോയ ചന്ന ദാൽ വടയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ഈ ഒരു ഗ്ലാസ്സിനകത്താണ് ഞാൻ സോയ എടുത്തിരിക്കുന്നത്. ഇതിന് വെള്ളം തിളപ്പിച്ച് ഈ സോയ അതിലിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 നല്ല എരിവുള്ള പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വട്ടത്തിൽ, 3-4 കഷ്ണം വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പില. ഈ 1 ഗ്ലാസ് സോയയ്ക്ക് 3/4 ഗ്ലാസ് ചന്ന ഡാൽ ഞാൻ കുതിർക്കാൻ വെക്കും. ഇതൊരു 10 മിനിറ്റ് കുതിർത്തിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്നിടം വരെ വേവിക്കും. ഇനി വേണമെന്നവർക്ക് ഇതിനകത്ത് ആവശ്യമുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ കറുവപ്പട്ട ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഇച്ചിരി പൊടിച്ച് ചേർക്കാം ആവശ്യമുള്ളവർക്ക്. ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല, ഞാൻ ഇച്ചിരി ജീരകം കൂടെ ചേർക്കും. വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഞാൻ സോയാബീൻ ഇടുകയാണ്. ഈ സോയക്കകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി സോയാബീനകത്തോട്ടിട്ടു. സോയാബീൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് വേകുമല്ലോ. ഇത് ശരിക്കും നമ്മൾ ഈ വെള്ളം ഊറ്റുന്നതോടൊപ്പം തന്നെ നല്ലപോലെ പച്ചവെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കണം. കാരണം ഈ സോയാബീനകത്തൊരു ചെറിയൊരു വേറൊരു എണ്ണയുടെ ടേസ്റ്റ് പോലെ ഇങ്ങനെ നമുക്ക് വരും, വേറൊരു രുചി ഉണ്ടാകും. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് കളയുവാണെങ്കിൽ ആ രുചി അങ്ങ് പൊക്കോളൂ. അപ്പം കുറച്ചുകൂടെ പച്ചവെള്ളം ചേർത്ത് നന്നായിട്ട് കഴുകി അതങ്ങ് ഞെക്കിക്കളഞ്ഞാൽ ആ ഇതിനകത്തുള്ള ആ ഒരു ചെറിയ ഒരു ടേസ്റ്റ് വ്യത്യാസം അങ്ങ് മാറിക്കിട്ടും. വെന്തിട്ടുണ്ട്. ഇത് ഊറ്റിയെടുക്കണം. സോയാബീനെല്ലാം നമ്മൾ നന്നായിട്ട് ഇച്ചിരി കൂടെ നല്ലപോലെ തണുത്ത വെള്ളം കൂടെ ഒഴിച്ച് കഴുകി നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. നമ്മൾ 10 മിനിറ്റ് കുതിർത്ത ഡാലാണിത്. ഇത് നമ്മൾ ഒരു വിസിൽ അടിക്കുന്നിടം വരെ കുക്കറിലൊന്ന് വേവിക്കാൻ പോവുകയാണ്. ഇച്ചിരി ഉപ്പൂടിട്ട് ഈ ഡാൽ വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ ഒരു വിസിലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷർ താഴ്ന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ പ്രഷർ തന്നു ഞാനിതൊന്ന് ഊറ്റിയെടുക്കാൻ പോവുകയാണ്. ഈ ഡാലൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യണം. അതുപോലെ ആ സോയയെ മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യണം. സോയയെല്ലാം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഈ ജാറിലേക്ക് തന്നെ ഈ ഡാലും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്യാൻ പോവാണ്.
ഇനി ഈ ഡാലിനകത്തേക്ക് തന്നെ ഞാൻ എടുത്തു വെച്ചിരുന്ന ആ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് കഷ്ണമാക്കിയിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അത് എടുത്തു വെച്ചിരിക്കുന്ന ഈ 5-6 അല്ലി വെളുത്തുള്ളി, ഈ കുരുമുളക്, എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, 2 വലിയ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരുന്നെന്ന് പറഞ്ഞില്ലേ അത്, ഈ 2 വറ്റൽമുളകും കൂടെ ഇതിനകത്തോട്ട് ഈ ദാലിനകത്തോട്ടൊക്കെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്യാൻ പോവാണ്. ഇതെല്ലാം കൂടെ ചേർത്താണ് ഇതൊക്കെ ഇനി ക്രഷ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചതച്ചെടുത്ത തുമരപ്പരിപ്പും ഈ സോയാബീനും എല്ലാം കൂടെ കൂട്ടിക്കലർത്തി നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പോവുകയാണ്. അതിലൊക്കെ ചെറിയ 2 സവാള അരിഞ്ഞു വെച്ചതും ഇച്ചിരി ജീരകവും കൂടെ ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കൂട്ടി ഇളക്കാൻ പോവുകയാണ്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പരിപ്പ് വട ചുടുന്ന പോലെ ചുട്ട് അതേ ഷേപ്പിൽ വട്ടത്തിൽ നമ്മൾ ചുട്ടിങ്ങെടുക്കുകയാണ് വെളിച്ചെണ്ണയ്ക്കകത്ത്. അങ്ങനെ പാചകം ചെയ്യുമ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും പറയാറുണ്ട്. ഇനി എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിലോ അഥവാ ഞാൻ വിട്ടുപോവുകയാണെങ്കിലോ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനെ നോക്കിയാൽ മതി. കാരണം ഈ ഷേപ്പിൽ നമ്മുടെ സാധാ പരിപ്പ് വട ഉണ്ടാക്കുന്ന പോലെ ഇട്ട് ഇനി ഇത് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുകയാണ്. അതുകൊണ്ട് ഈ പരുവത്തിന് ഇതേ രൂപത്തിൽ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്ര ഇരിപ്പുണ്ട്. ഇത് ഇത്ര നമുക്ക് വറുത്തെടുത്തിട്ട് ഇത് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. ഇനി ഇതിങ്ങെടുക്കാൻ പോവുകയാണ്. നമ്മൾ സൂക്ഷിച്ചെടുക്കണം. ഇതിന് വലിയ ഉറപ്പൊന്നുമില്ല. കണ്ട് ഇതുപോലെയായി. ഇത് നമ്മളിനി എടുത്തിട്ട് അടുത്ത ട്രിപ്പ് ഇടാൻ പോവുകയാണ്. സെക്കൻഡ് ട്രിപ്പ് ഇടുകയാണ്. പിന്നെ ദാലും കൂടെ ആയതുകൊണ്ട് രണ്ടും കൂടെ ആയതുകൊണ്ട് അത്ര ബലം കിട്ടത്തില്ല, പൊട്ടിപ്പോകും. അപ്പം നല്ല മുറുക്കി ഇങ്ങനെ ഷേപ്പാക്കാൻ നോക്കണം. നമ്മുടെ ഒരു ട്രിപ്പ് വറുത്ത് കോരിയത്. നമ്മുടെ വട ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലായിരുന്നു, തീർന്നു പോയായിരുന്നു. അപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഗ്രീൻ ചില്ലി സോസാണ്. ഞാൻ ഇത് വെച്ചൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട്. കൊള്ളാം. ഗ്രീൻ ചില്ലി സോസിൻ്റെ കൂടെ ഇത് കഴിക്കാൻ കൊള്ളാം. എന്നാലും ഒന്നുകൂടെ സൂപ്പറായിട്ടുള്ളത് ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത ദിവസം മറ്റൊരു ഡിഷുമായിട്ട് കണ്ടുമുട്ടാം.